ഹായ് ഹലോ ഗ്രീൻ ട്യൂബിലിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ സ്ട്രോബെറി തൈ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു മണ്ണെത്തി പോയിപ്പോൾ. അപ്പോൾ അതും ഒരു സ്ട്രോബെറി ഉണ്ടായിട്ടുണ്ട്. ഇത് ഇവിടെ വന്നതിന് ശേഷം പഴുത്തത് പച്ച കളറായിരുന്നു, ഇപ്പം റെഡ് കയറി വരുന്നുണ്ട്. അതുപോലെ ഇത് നമുക്കൊരു ഗ്രോ ബാഗ് മാറ്റണം. അപ്പോൾ ഗ്രോ ബാഗും പിന്നെ അതുപോലെ തന്നെ ചകിരിച്ചോറ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. 1 കിലോ ചകിരിച്ചോറാണ് നമ്മൾ വാങ്ങിക്കണത്. ഇതിൻ്റെ പ്രിൻറ്റിങ് വരുന്നത് 1 കിലോനും 80 രൂപയാണ് വരുന്നത് ഇതിന്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ കടകളിൽ വരുമ്പോൾ ഈ 80 രൂപയ്ക്ക് തന്നെയായിരിക്കും നമ്മൾ വാങ്ങിക്കേണ്ടി വരും. അവിടെയാണെങ്കിൽ ഞങ്ങൾക്ക് 30 രൂപയ്ക്കാണ് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ ഈ ഗ്രോ ബാഗിന് 10 രൂപ വരണുള്ളൂ. നമ്മുടെ ഇവിടെ ഒരു 15 രൂപ വരും ഈ വലിയ ഗ്രോ ബാഗിന് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മാറ്റണം. അതുപോലെ നമ്മൾ മീൻകൊള്ള അടിക്കുന്നുണ്ട്, അത് നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്ക് നേരെ വീഡിയോ സ്ട്രോബെറിയും ഗ്രോ ബാഗും എല്ലാവരും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കൈക്കോട്ടും ബേസിനും കൊണ്ടുപോയി നമ്മൾക്ക് മണ്ണെടുക്കണം. നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ മണ്ണ് കുറേ കിടക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് കട്ടയും കല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് അതിലെ മണ്ണും പിന്നെ ഈ ചകിരിച്ചോറും കൂടി മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ തൈ വെക്കുന്നത് കേട്ടോ. പിന്നെ ഏതൊരു പൊട്ട മണ്ണാണെങ്കിലും നമ്മൾ ചകിരിച്ചോറ് മിക്സ് ആക്കിയിട്ട് നമ്മൾ തൈ നട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് കിളിർത്ത് വരും. വെള്ളം അത്യാവശ്യം അതിൽ തന്നെ പിടിച്ച് നിൽക്കും. പിന്നെ അതുപോലെ വേരോട്ടം കിട്ടും, ഒക്കെ കിട്ടും. അതിന് ചകിരിച്ചോറും മണ്ണും കൂടി മിക്സ് ആക്കി ഇടണം. പിന്നെ ചാണകപ്പൊടി അതിനുള്ള വളമിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കായും പൂവൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മണ്ണെടുത്തിട്ട് വേണം അത് നടാനായിട്ട്. നമുക്കതെല്ലാം മിക്സ് ആക്കാം. ക്യാമറയും മണ്ണും കൊട്ടയും ഞാൻ പിടിക്കണം, അതാണ്. അതുപോലെ നമ്മുടെ വീട് നോക്കണ്ട കേട്ടോ. വീട് തറവാട് വീടാണ്, പാമ്പൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് കുറവുകളൊക്കെ നമ്മുടെ വീടിനുണ്ട്. വീട് മര്യാദയ്ക്ക് കാണിക്കാൻ പറ്റണ്ടായില്ല. നമ്മുടെ വീടിൻ്റെ ബാക്ക് വശമൊക്കെ ആകെ അലങ്കോലമായി കിടക്കുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ബാഗ് തന്നെ അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ അപ്പുറത്ത് പാത്രം കാണുന്ന സാധനങ്ങളൊക്കെ ശരിയാക്കി. അപ്പോൾ ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യണം. ഈ മണ്ണിൽ നിന്ന് കല്ലുകൾ മാറ്റണം. പിന്നെ ഈ ചകിരിച്ചോറ് മിക്സ് ആക്കണം. മണ്ണ് ഇത്തിരി കുറവുണ്ട്, ഇത് നമുക്ക് ഇത്തിരി കൂടി കൂടുതൽ എടുക്കണം. അതുപോലെ അതിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റണം. പിന്നെ ഞാൻ കൊള്ളടിക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായി നമ്മുടെ വീട്ടിൽ. അപ്പോൾ ആദ്യം അത് പോയി ചെയ്തിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ബാക്കി സമയമുള്ളപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് അരിച്ചെടുക്കാന്ന് വെച്ചാൽ ഇത്തിരി പ്രാന്ത് പിടിച്ച പണിയാണ്. നമ്മൾ വളം ഇട്ടില്ല കേട്ടോ. നമ്മൾ ചകിരിച്ചോറും മണ്ണും കൂടി മിക്സ് ആക്കിയിട്ട് ഇപ്പം അതിൽ പകർത്താണ്. എന്നിട്ട് വേണം നമുക്ക് ആ തൈ എടുത്ത് നടണമെങ്കിൽ വളം നമുക്ക് ഇടണം. നമുക്ക് ഇതൊന്ന് പിടിക്കണം. ഒരു 3 ദിവസം കൊണ്ട് വേര് പിടിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കൂടി എക്സ്ട്രാ എടുത്തിട്ട് ഒരു 5 ദിവസം, ടോട്ടൽ ഒരു 5 ദിവസം എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വളരണുള്ളൂ. അങ്ങനെ ചെടി വെച്ചിട്ട് ബാക്കി സ്ഥലമുണ്ട്. അല്ലെങ്കിൽ ഇത് ഫുള്ളും ഇതിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിലടിക്കുമ്പോൾ ചൂട് കൊണ്ടിട്ട് ടർപ്പായുടെ, അതായത് ഈ ഗ്രോ ബാഗിൻ്റെ ചൂട് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വാടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ പൊക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അങ്ങനെ സ്ട്രോബെറിയൊക്കെ ഇപ്പം മണ്ണിൻ്റെ അടിയിൽ പോയി, അതൊക്കെ ഒരു താങ്ങ് കൊടുത്ത് നിർത്തണം കേട്ടോ. ഇനി നമുക്ക് ഇവിടെ വെക്കാം. ഇവിടെ വലിയ വെയിൽ വരില്ല, ചെടിയുടെ കുറച്ച് തണൽ കിട്ടും. അപ്പം അങ്ങനെയാണ് നമ്മൾ വെച്ചേക്കണത്. ഇനി ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വളം ഇടും കേട്ടോ. അതൊന്നും ഞാൻ കാണിച്ചു തരാം. താങ്ങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേ കോൽമുട്ടായുടെ ഒരു പൈപ്പ് വെച്ച് താങ്ങ് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നനയ്ക്കണം. അങ്ങനെ നമ്മുടെ സ്ട്രോബെറി തൈ നട്ടിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്കും ഇതേപോലെ ചെടികൾ നടാം. ബാക്കിയുള്ള വെള്ളം നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് ചെടികളിലേക്കുണ്ട്. അത് താറാവ് കൊണ്ട് ഉള്ളിലേക്ക് വെക്കാനുള്ള ചെടികളാണ്. അപ്പോൾ അതിലേക്ക് വെള്ളം വയ്ക്കാം. ഇവിടെ അതിന് 1.5 വെള്ളം തന്നെ പൈപ്പിൽ. അപ്പോൾ കിട്ടുമ്പോൾ ഒക്കെ നമ്മൾ ചെടി നനയ്ക്കാറുണ്ട്, വാഴയിൽ നനയ്ക്കാറുണ്ട്. ഇനി ഞാൻ കുളം അടിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ 2 കുളം അടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരു കുളം മൂടിക്കളയാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പറമ്പ് നിറച്ച് കുളം അടിച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ. താറാവുകളൊക്കെ ഞാൻ കയറ്റി എന്ന് വെച്ചാൽ എല്ലാവരും കൂട്ടി കയറ്റി. വാത്തളം മാത്രം വെച്ചിട്ടാണ്. നമ്മുടെ ഇത് പടുതാക്കുളമായിരുന്നു. ഇതാണ് നമ്മൾ സിമെൻറ്റ് ടോപ്പ് ചെയ്യാൻ പോകണ്ട. അപ്പോൾ ഇതിലെ ടാർപ്പായി എടുത്ത് മാറ്റി. അപ്പോൾ ഫുള്ള് നനച്ച കാരണം കൊണ്ട് വാത്തകളൊക്കെ ഇതിൽ ഇറങ്ങും. അപ്പോൾ അത് കാരണം കൊണ്ട് അവരെല്ലാവരും താറാവിനൊക്കെ കൂട്ടി കയറ്റി. വാത്തകൾ നമ്മൾ അങ്ങോട്ട് മാറ്റി. വാത്തകൾ പെട്ടെന്നൊന്നും അതിൽ ഇറങ്ങില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ ഡ്രം വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുളിച്ചോളും. ബാക്കിയുള്ള താറാവിനെ കയറ്റി. പിന്നെ
ഇത് നമുക്കൊന്ന് ഇനി ഉണങ്ങണം. ഉണങ്ങിയിട്ട് സിമെൻ്റ് ഒന്ന് വെറുതെ ഒന്ന് തൂളി കൊടുക്കണം. അത് മണ്ണൊന്ന് ഉറയ്ക്കാൻ വേണ്ടിയിട്ട്. മണ്ണും സിമെൻറ്റും കൂടി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉറച്ചോളും. ഈ ടാങ്ക് ഫുള്ളേ ഒന്ന് ഉറച്ചോളും. ശേഷം നമ്മൾ മണലും സിമെൻറ്റും മാത്രം നമ്മൾ വെച്ച് തേക്കണല്ലോ കേട്ടോ. കട്ടയും കല്ലൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ, മറ്റൊന്നും ഇല്ല. അപ്പോൾ അത് കാരണം നമ്മൾ സിമെൻറ്റും മണലും കൂടിയും ആയിട്ടാണ് നമ്മൾ ഫുള്ളും തേക്കണത്. ചിലപ്പോൾ താഴത്തേക്ക് ഇരുന്ന് പോവാം. പിന്നെ നമ്മൾ മൂലയിൽ ഒരു കുഴി കുത്തി കൊടുത്തിട്ടുണ്ട്. അതിലെ എല്ലാ വേസ്റ്റും കൂട്ടി നമുക്ക് അതിൽ തള്ളിയിട്ട് അതിൽ നിന്ന് കപ്പൊക്കെ കോരി കളയാം. അതുപോലെ തന്നെ സൈഡിൽ ഒരു ഇറങ്ങാനായിട്ടൊരു വഴിയും കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു വഴി ഫുള്ളും നമ്മൾ കട്ട വെച്ച് പൊന്തിക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി സെറ്റാകുമ്പോൾ ഇത്തിരി ഹൈറ്റ് കിട്ടും. നമ്മുടെ ചാത്തൻ കോഴി ഇവിടെ നിൽക്കുന്നുണ്ട്. താറാവുകളൊക്കെ ആ മൂലയ്ക്ക് പോയി തീറ്റിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോഴി മുട്ടയിട്ടിട്ടുണ്ട്. ഇപ്പം മുട്ട തീറ്റ നമ്മൾ 2-3 നേരം കൊടുക്കുന്നുണ്ട് കേട്ടോ. നാടൻ കോഴിയുടെ മുട്ട കിട്ടാൻ വേണ്ടി കുഞ്ഞുങ്ങളെ ഇറക്കാനായിട്ടാണ്. അപ്പോൾ ബാക്കി താറാവുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ഇവരെ അയച്ചിടണം കുറച്ച് നേരം കഴിയുമ്പോൾ. അതേപോലെ നമ്മുടെ ബ്രോയിലർ താറാവിനെ കൊടുത്തിട്ടോ ഒരെണ്ണത്തിന്. ഓനം കൂടി ഉണ്ട്. അത് ഓരണത്തിന് 300 രൂപ കൊടുത്തു. നമ്മുടെ കൂട്ടുകാരനെ കൊടുത്തത്. നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.